ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സദ്യയുടെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നൊരു വെജിറ്റബിൾ റൈസ് വെച്ചേക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പനീർ ബട്ടർ മസാല ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് സാധാരണ സദ്യ തന്നെയാണ്, പക്ഷേ 2 ദിവസം മുന്നേ നല്ലൊരു ഗ്രാൻഡ് സദ്യ കഴിച്ചതുകൊണ്ട് സദ്യ ഉണ്ണാൻ വലിയ മൂഡൊന്നും ആർക്കും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ ഒരു വെജിറ്റേറിയൻ ഫുഡ് ആക്കിയേക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ വെജിറ്റബിൾ റൈസ്. ആദ്യം ഫ്രൈഡ് റൈസ് എന്നായിരുന്നു പ്ലാൻ, പക്ഷേ ഇതൊരു വെജ് റൈസ്, ഒരു മസാല റൈസ് പോലെയാണ് ആയത്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അസൽ പനീർ ബട്ടർ മസാലയും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ വെജ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീൻസ്, ഉള്ളി, ഇതെല്ലാം കൂടെ നല്ലപോലെ വെളുത്തുള്ളിയൊക്കെ കൂടെ നല്ലപോലെ വഴട്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മസാലകളൊക്കെ കൂടെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരി വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആ മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ അതിന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ എപ്പോഴൊക്കെയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തത്. വീഡിയോ എല്ലാം കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ നിറച്ച് ബട്ടറൊക്കെ ഒഴിച്ച് നമ്മൾ പനീർ ബട്ടർ മസാലയും സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും നമുക്ക് സൊമാറ്റോയിൽ നിന്ന് കോള് വന്നു, കേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ചേട്ടൻ്റെ പേരും പറഞ്ഞാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിലും ഞാനാണ് ഈ കേക്കൊക്കെ കൂടുതലും കഴിക്കാൻ പോകുന്ന ആൾ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിലുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ റൈസും റെഡിയായി. ഇനി പനീർ ബട്ടർ മസാല കുറച്ചൊന്ന് സെറ്റ് ആവണം. ആ സമയത്തേക്ക് കേക്കും എത്തി. ഞാനും ജാനിക്കുട്ടിയും കൂടെ റോഡിൽ പോയി നിന്ന് തന്നെ കളക്ട് ചെയ്തു. പുള്ളി വഴി അറിയാതെ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം സെറ്റായി. ഇനി കഴിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കേക്കും കട്ട് ചെയ്തു. എനിക്ക് വേണ്ടത്രയും പീസുകളൊക്കെ കഴിച്ചതിന് ശേഷം ജാനിക്കുട്ടിക്കൊക്കെ അവർ കഴിക്കാനും കൊടുത്തു. അങ്ങനെ നമ്മുടെ ലഞ്ചിനുള്ള ടൈമായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഗ്രാൻഡ് ലഞ്ച്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അച്ഛൻ വന്നപ്പോൾ 2 തരം പായസം കൊണ്ടുവന്നു.